Hi friends, നമസ്കാരം. അപ്പോൾ ഇന്ന് പടവലങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള പടവലങ്ങ ഒരു മീഡിയം സൈസ് ഉള്ളത് ട്ടോ. അധികം അങ്ങനെ വലുതുമല്ല വല്ലാതെ ചെറുതുമല്ല. ആ ഒരു വലുപ്പത്തിലുള്ള പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് മുറിച്ചിട്ട് ഇതിന്റെ തൊലി ഒന്ന് കളയണം. തൊലി ഇങ്ങനെ വല്ലാതെ മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കാണിക്കുന്ന പോലെ കളഞ്ഞാൽ മതി. തൊലി ചുരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തൊലി ചുരണ്ടി കളഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ തൊലി ചുരണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളയുക. എപ്പോഴും മുറിക്കുന്നതിൻ്റെ മുന്നേ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ തോരൻ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഇനി ഉണ്ടാക്കുമ്പോൾ പറയാം കേട്ടോ. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ഉണക്കമുളക്, പിന്നെ ഒരു പിടി കറിവേപ്പില കേട്ടോ. അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ സവാള കൂടി ചേർക്കുക. ഈ സവാള ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. സവാള ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് പടവലങ്ങ ചേർക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സവാള ഇങ്ങനെ കളർ വല്ലാതെ മാറി ഇങ്ങനെ വല്ലാതെ ഒരു ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഇതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇടാം കേട്ടോ. കീറിയിട്ട് പച്ചമുളക് നെടുകെ കീറിയിട്ടും കൂടി ചേർക്കാം. ഞാൻ നാളികേരം ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് ഇടുന്നുണ്ട്. അത് കാരണം ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോഴേക്കും ഇതിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു പച്ചമുളക്, ഒരു 4-5 കറിവേപ്പില, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി ചുവന്നുള്ളി, ഒരു നുള്ള് ചെറിയ ജീരകം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പിനേക്കാൾ കുറച്ച് കുറവായിട്ട് 1/4 കപ്പ് നിറച്ചും ആയാലും മതി നാളികേരം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതയ്ക്കുക. ആ ഉള്ളി ഒന്ന് ചതയാൻ മാത്രമേ പാടുള്ളൂ, അരയരുത് കേട്ടോ. ഉള്ളി അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കുക. അത് വേറെ ചതച്ചിട്ട് നാളികേരത്തിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ആ പച്ചമുളകും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് വേറെ ചതച്ചിട്ട് നാളികേരത്തിൻ്റെ കൂടെ മിക്സ് ചെയ്താലും മതി കേട്ടോ. പടവലങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ നാളികേരം മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെക്കുന്നത് എന്തിനാണെങ്കിൽ അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകണം. ആ വെളുത്തുള്ളിയും ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അതിൽ കൂടുതൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി. ഇനി തുറന്നിട്ട് അതിൽ ഇനി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തോർത്തിയെടുക്കുക. അതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഏറ്റവും അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. 1-2 ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക രുചിയാണ്. ഇങ്ങനെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ ചൂടാക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പടവലങ്ങ തോരൻ റെഡിയായി. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ മോരുകറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.